എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എക്സസൈസ് ലീനിയർ ഇക്വേഷൻ അതിൻ്റെ എക്സസൈസ് തീർന്നിട്ടുണ്ട്. ഇനി ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒരു ഓർഡറിൽ ചെയ്തിരുന്നത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതേപോലെയുള്ള ടൈപ്പ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് a minus b into x plus a plus b into y equal to a square minus 2ab minus b square a plus b into x plus y equal to a square plus b square. ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇത് നമുക്ക് a മൈനസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ ആണുള്ളത്. അതിനൊന്നും ചെയ്യണ്ട. ഇതിന് നമ്മൾ അതായത് എ പ്ലസ് ബി ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എന്തായത് എ പ്ലസ് ബി ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ. ആ എ പ്ലസ് ബി കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പോൾ നമ്മുടെ ഒരു ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻ എടുത്തിട്ട് സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എ മൈനസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തത് എടുത്തെഴുതി. ഇനി എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരേപോലെ ഇതിലിപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു വൈയും ഇതിൽ എ പ്ലസ് ബി ഇൻറ്റു വൈ രണ്ടും സെയിം ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എലിമിനേഷൻ മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പോൾ 1 മൈനസ് 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും, ഇത് എക്സിൻ്റെ ഇതിലുള്ളതാണ്. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എ എക്സ് മൈനസ് ബി എക്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, എ മൈനസ് ബി, ഇത് മൈനസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്, മൈനസ് എ മൈനസ് ബി ഇൻറ്റു എക്സ്. അതായത് എ മൈനസ് ബി എക്സ്, എ മൈനസ് ബി എക്സ് മൈനസ് എ പ്ലസ് ബി എക്സ് എന്നാണ് ഉള്ളത്. ഇതിനെ നമ്മൾ എക്സ് ഒരുമിച്ച് എഴുതിയിട്ട് എ മൈനസ് ബി മൈനസ് എ മൈനസ് ബി അങ്ങനെ എഴുതി. അപ്പം എ മൈനസ് ബി മൈനസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് ഇത് ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ എ സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ ഇതെന്താവും മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് മൈനസ് ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നതിന് പകരം മൈനസ് എ സ്ക്വയർ, രണ്ടിലും മൈനസ് ആയിട്ട് വരും, മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇതില് നമുക്ക് എ പോയി, എ മൈനസ് എ എന്നുള്ളത് ക്യാൻസൽ ആയിപ്പോയി. മൈനസ് ബി എന്തായി മൈനസ് 2b മൈനസ് 2b എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എ സ്ക്വയറും ക്യാൻസൽ ആയി. മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ ഉണ്ട്. മൈനസ് ബി സ്ക്വയറും എന്താവും മൈനസ് 2b സ്ക്വയർ. അപ്പൊ മൈനസ് 2ab മൈനസ് 2b സ്ക്വയർ കിട്ടി ഇവിടെ. ഇനി ഇതില് നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്, ഇതിൽ മൈനസ് 2b ഇതിലും മൈനസ് 2b കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൈനസ് 2b പുറത്തേക്ക് എടുക്കും. മൈനസ് 2b പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എ, ഇതിലോ ബി. മൈനസ് ആണ് നമ്മൾ പുറത്തെടുത്തത്, അതുകൊണ്ട് ഇവിടെ സൈന് മാറിയിട്ട് എ പ്ലസ് ബി ആയി. അതായത് മൈനസ് 2b രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് മൈനസ് 2b പുറത്തേക്ക് എടുത്ത്. അപ്പൊ ഇവിടെ ബാക്കി എ ആന്നുള്ളത്, ഇതില് പ്ലസ് ബി ആന്നുള്ളത്. ഇതെന്താണ് നമ്മുടെ മൈനസ് 2b എക്സ് ആണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പം എക്സ് കാണാൻ വേണ്ടിയിട്ട് x is equal to minus 2b into a plus b divided by minus 2b. അപ്പം മൈനസ് 2bയും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, a പ്ലസ് ബി. എക്സ് എ പ്ലസ് ബി കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. y കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് കുറച്ചും കൂടി എളുപ്പം. ഇതിൽ എ സ്ക്വയർ മൈനസ് 2ab അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എക്സ് എന്നുള്ളത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായത് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എക്സിൻ്റെ പ്ലേസിൽ എ പ്ലസ് ബി വന്നു, പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ.
ഇങ്ങനെയാണ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിന്റെ പ്ലേസിൽ a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് ബി പ്ലസ് a പ്ലസ് ബി വൈ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വന്നു. ഇതെന്താവും? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആവും. a പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് a പ്ലസ് ബി വൈ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇത് എന്ത് ചെയ്യാം? a പ്ലസ് ബി വൈ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് a പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് a സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ. അതായത് a പ്ലസ് ബി ഹോൾ സ്ക്വയറിന് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താവും? എല്ലാം മൈനസ് വരും. ഇത് a പ്ലസ് ബി ഇൻറ്റു വൈ ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് വൈ ആണ്. ഇവിടെ ഇപ്പൊ നമുക്ക് a സ്ക്വയർ ബി സ്ക്വയർ ഇതെല്ലാം ക്യാൻസൽ ആയി. മൈനസ് 2ab ബാക്കി മൈനസ് 2ab ബൈ a പ്ലസ് ബി. ഇതാണ് നമ്മുടെ വൈ. വൈ എന്ന് പറയുന്നത് മൈനസ് 2ab ബൈ a പ്ലസ് ബിയും എക്സ് എന്ന് പറയുന്നത് a പ്ലസ് ബി കിട്ടി. അപ്പൊ രണ്ടും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇത് സോൾവ് ചെയ്ത് ഇങ്ങനെ വന്നാൽ മതി. നമ്മൾ എലിമിനേഷൻ തന്നെയാണ് ചെയ്തത്. 1 നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്പേഴ്സിന് പകരം എയും ബിയും ഒക്കെ ആയതുകൊണ്ട് സൈൻ എഴുതുമ്പോൾ മാറിപ്പോവാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് എക്സും വൈയും കിട്ടും. ഇതിൽ ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിത് കുറച്ചും കൂടി ചെറുതായതുകൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. b by a x plus a by b y equal to a square plus b square. x plus y equal to 2ab. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ b by a x plus a by b y equal to a square plus b square. രണ്ടാമത്തെ ഇക്വേഷൻ x plus y equal to 2ab. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ എയും ബിയും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? LCM എ ബി LCM എടുക്കുന്ന സമയത്ത് b ഇൻറ്റു ബി ബി സ്ക്വയർ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും. ഇനി എന്ത് ചെയ്യുക? ബി സ്ക്വയർ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ ഈക്വൽ ടു ഈ എ ബിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക ഈക്വൽ ടു എ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇത് രണ്ടും ഒരേപോലെ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ 2 ഇൻറ്റു ബി സ്ക്വയർ ചെയ്യാം. ഇക്വേഷൻ 2 ഇൻറ്റു ബി സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും? ബി സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു 2ab. അതായത് ഹോൾ ഇക്വേഷന് ബി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നാൽ നമുക്ക് ഇത് എക്സ് ഒരേപോലെ ആവും. എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഈ ഇക്വേഷന് ബി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ. ഇത് എലിമിനേറ്റ് ആവുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 മൈനസ് 4 ഇക്വേഷൻ 3 മൈനസ് 4 കൊടുക്കുന്ന സമയത്ത് ഇത് എലിമിനേറ്റ് ആയിപ്പോയി. എ സ്ക്വയർ മൈനസ് ഇത് എ സ്ക്വയർ വൈ മൈനസ് ബി സ്ക്വയർ വൈ എന്ന് എഴുതുന്നതിന് പകരം എ സ്ക്വയർ വൈ മൈനസ് ബി സ്ക്വയർ വൈ എന്നാണ് വരിക. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു വൈ എന്ന് എഴുതാം. ഒരുമിച്ച് എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു. ഇതിന് നമുക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എങ്ങനെയാവും? എ ക്യൂബ് ബി പ്ലസ് എ ബി ക്യൂബ് മൈനസ് 2ab ക്യൂബ്. അതായത് എ ബി ഇൻറ്റു എ സ്ക്വയർ എന്തായി? എ ക്യൂബ് ബി. എ ബി ഇൻറ്റു ബി സ്ക്വയർ എ ബി ക്യൂബ്. ഈ ബി സ്ക്വയറിന് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ബി സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് മൈനസ് 2ab ക്യൂബ് എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇനിയും ഷോർട്ട് ആക്കാം. അതായത് ഒരു പ്ലസ് എ ബി ക്യൂബും മൈനസ് 2ab ക്യൂബ് ഉണ്ട്. അപ്പൊ അതെന്തായി? എ ക്യൂബ് ബി മൈനസ് എ ബി ക്യൂബ്.
1 മൈനസ് 2 1 മൈനസ് 2 മൈനസ് 1 അങ്ങനെ ഇതായി. ഇനി ഇതിൽ രണ്ടിലും നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? എ ബി കോമൺ ആയിട്ടുണ്ട്. ഇതിൽ എ ബി ഉണ്ട്, ഇതിലും എ ബി ഉണ്ട്. അപ്പൊ എ ബി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. എ ബി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ ആണ് എ ക്യൂബ്. അപ്പൊ ഇവിടെ ഒരു എ സ്ക്വയർ ബാക്കി ഉണ്ടാവും, ഇതിൽ ബി സ്ക്വയർ ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഇതിനെ നമ്മൾ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എഴുതി. ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തിയത് എ ക്യൂബ് ബി പ്ലസ് എ ബി ക്യൂബ് മൈനസ് 2ab ക്യൂബാന്നുള്ളത്. പ്ലസ് എ ബി ക്യൂബ് മൈനസ് 2ab ക്യൂബ് എന്തായി? മൈനസ് എ ബി ക്യൂബ് ആയി. ഇനി ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് എ ബി ഉണ്ട്, അത് പുറത്തേക്ക് എടുത്ത്. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ട്? എ സ്ക്വയർ. ഇതിൽ ബാക്കി ബി സ്ക്വയർ. ഇത് എന്താണ്? നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു വൈ ആണ് ഇത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആണ്. y equal to ab into a square minus b square divided by a square minus b square. അപ്പോൾ ഇതു ക്യാൻസൽ ആയിട്ട് നമുക്ക് y equal to ab എന്ന് കിട്ടും. y equal to ab കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? x കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ചെറിയ ഇക്വേഷൻ x plus y equal to 2ab ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x പ്ലസ് ബൈ എ ബി ആണ് ഈക്വൽ ടു 2ab. അപ്പം x ഇസ് ഈക്വൽ ടു 2ab മൈനസ് എ ബി. എന്തായി? എ ബി. എക്സ് എ ബി കിട്ടി, വൈയും എ ബി കിട്ടി. അപ്പോൾ രണ്ടും നമുക്ക് സെയിം ആണ് ഇവിടെ കിട്ടുന്നത്. x ഇസ് ഈക്വൽ ടു എ ബി, വൈ ഈക്വൽ ടു എ ബി. ഇത് ഞാൻ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമ്മൾ ആദ്യം ക്രോസ് ചെയ്ത് സാധാരണ ഇക്വേഷൻ ഫോമിലേക്ക് എഴുതി. അതിനുശേഷം ഇവിടെ ബി സ്ക്വയർ എക്സ് ഉള്ളത് കൊണ്ട് ഇതിലും നമുക്ക് ബി സ്ക്വയർ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു ബി സ്ക്വയർ ചെയ്തു. അപ്പോൾ ഹോൾ ഇക്വേഷൻ ബി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം ഇതിൽ നിന്ന് ഇക്വേഷൻ 3 മൈനസ് 4 ചെയ്ത് ഷോർട്ടാക്കി കൊണ്ടുവന്നു. അപ്പം നമുക്ക് വൈ എ ബി കിട്ടി. എക്സ് സെക്കൻഡ് ഇക്വേഷൻ ആണ് ചെറുതായിട്ടുള്ളത്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എക്സ് എ ബി എന്നുള്ളത് കിട്ടി. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി ഈക്വൽ ടു 0. ഇതൊക്കെ CBSE ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അത് നോക്കി എഴുതിയതാണ്. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ചെയ്യിപ്പിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ CBSE ചോദിച്ചത് മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. എവിടെയെങ്കിലും നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി ഈക്വൽ ടു 0, എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ബി എക്സ് മൈനസ് എ വൈ എൽസിയം എ ബി. എ ബി എൽസിയം ആവുമ്പം ബി എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി എക്സ് മൈനസ് എ വൈ ഇവിടെ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ ബി എന്താവും? 0 ആയിപ്പോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ബി എക്സ് മൈനസ് എ വൈ ഈക്വൽ ടു 0 ഇതാണ്. ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇനി ഇതില് എ എക്സ് ഇത് രണ്ടുമാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്ത് നോക്കാം. അതായത് ബി എക്സ് ഇസ് ഈക്വൽ ടു എ വൈ. ബി എക്സ് ഇസ് ഈക്വൽ ടു എ വൈ ആവുമ്പം എക്സ് ഇസ് ഈക്വൽ ടു എ വൈ ബൈ ബി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എ എക്സ് എ ഇൻറ്റു എ വൈ ബൈ ബി പ്ലസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. ഇനി ഇതിൽ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, അപ്പൊ ഈ ബി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എ സ്ക്വയർ വൈ പ്ലസ് ബി സ്ക്വയർ വൈ ഹോൾ ഡിവൈഡ് ബൈ ബി വരും. ആ ബി ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത്
എ സ്ക്വയർ എ ഇൻറ്റു എ വൈ എന്ന് പറയുന്നത് എ സ്ക്വയർ വൈ. ഈ ബി ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ആണല്ലോ, അപ്പൊ ഈ ബി ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി ബി സ്ക്വയർ വൈ. എന്നിട്ട് ഹോൾ ഡിവൈഡ് ബൈ ബി വരും. അത് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ വൈ ഈക്വൽ ടു എന്താ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇതില് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻസൽ ആയിട്ട് വൈ ബി എന്നുള്ളത് കിട്ടും. വൈ ഈക്വൽ ടു ബി. വൈ ബി കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ വൈ ബൈ ബി. വൈ ബി ആണ്. അപ്പോൾ വൈ ബി ആവുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വൈ എന്ന് പറയുന്നത് ബി ഡിവൈഡ് ബൈ ബി. അതായത് വൈൻ്റെ പ്ലേസിൽ നമ്മൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ബി ബി ക്യാൻസൽ ആയിട്ട് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു ബി. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്തത്. ആദ്യം എന്ത് ചെയ്തു? ഇതിനെ ക്രോസ് ചെയ്ത് സാധാരണ ഇക്വേഷൻ ആക്കി മാറ്റി. ഇത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതിനുശേഷം ബി എക്സ് ഇസ് ഈക്വൽ ടു എ വൈ, 0 പ്ലസ് എ വൈ ആണ്. അപ്പോൾ ബി എക്സ് ഇസ് ഈക്വൽ ടു എ വൈ, എക്സ് ഇസ് ഈക്വൽ ടു എ വൈ ബൈ ബി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 4. 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ പ്ലേസിൽ എ വൈ ബൈ ബി വന്ന് പ്ലസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എ സ്ക്വയർ വൈ, ഈ ബി ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ബി സ്ക്വയർ വൈ, എന്നിട്ട് ഹോൾ ഡിവൈഡ് ബൈ ബി ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഇതിൽ രണ്ടിലും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് വൈ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതി. അപ്പോൾ വൈ ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ആയപ്പോൾ ബി കിട്ടി. അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിലൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2. ax മൈനസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാണ് രണ്ട് ഇക്വേഷൻ. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2, ax മൈനസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഇത് നേരത്തെ തന്നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ബി എക്സ് പ്ലസ് എ വൈ ഡിവൈഡ് ബൈ എ ബി ഈക്വൽ ടു 2. അപ്പോൾ ബി എക്സ് പ്ലസ് എ വൈ ഈക്വൽ ടു 2ab. എ എക്സ് മൈനസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്ത് നോക്കാം. ബി എക്സ് ഇസ് ഈക്വൽ ടു 2ab minus ay. X is equal to 2ab minus ay divided by b. Substituting equation 4. 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ab minus ay by b മൈനസ് ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിൻ്റെ പ്ലേസിൽ 2ab മൈനസ് എ വൈ ബൈ ബി. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 2ab ഇൻറ്റു എ എന്ന് പറയുന്നത് 2a സ്ക്വയർ ബി മൈനസ് എ സ്ക്വയർ വൈ. ഈ ബി ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി? ബി സ്ക്വയർ വൈ. എന്നിട്ട് ഈ ബി ഇങ്ങോട്ടേക്ക് പോകും. ബി ഇൻറ്റു എ സ്ക്വയർ. ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയതാണ്, മനസ്സിലാവുന്നില്ല. ഹോൾ ഡിവൈഡ് ബൈ ബി എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ ക്രോസ് ചെയ്തിട്ട് എഴുതിയാലും മതി. അപ്പോൾ ഇതിൽ നമുക്ക് മൈനസ് പുറത്തേക്ക് എടുക്കുക. മൈനസ് വൈ പുറത്തേക്ക് എടുക്കുമ്പോൾ 2a സ്ക്വയർ ബി മൈനസ് വൈ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിൽ ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി നമുക്ക് വൈ അല്ലേ കണ്ടുപിടിക്കേണ്ട. മൈനസ് വൈ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു, ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എ സ്ക്വയർ ബി മൈനസ് ബി ക്യൂബ്. ഈ
ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ -2a²b എന്ന് കിട്ടി. അതായത് -y(a²+b²) ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ a²b -bq ഈ +2a²b അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ -2a²b ആയി. അപ്പൊ a²b രണ്ട് കോമൺ ഇതായിട്ടില്ല. അപ്പൊ അതെന്തായി -a²b -bq ആയി. അതായത് a²b -2a²b എന്ന് പറയുന്നത് -a²b -bq. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്? b രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ -b ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. -b പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ a²+b² വരും. -b പുറത്തേക്ക് എടുത്തപ്പം a²+b². അപ്പോ നമുക്ക് ഇത് -y(a²+b²) ആണ്. അപ്പൊ നിങ്ങൾക്ക് a²b² ക്യാൻസൽ ആയി y = b കിട്ടും. അതായത് y = എന്താ b മൈനസ് ക്യാൻസൽ ആയി പോയി /a²+b². അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y b കിട്ടി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും y b യും x a യും ആയിരിക്കും കിട്ടുക. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. ചെയ്ത് നോക്കുമ്പോൾ എളുപ്പമാണ്. ശ്രദ്ധിച്ച് തെറ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് CBSE ഒരുപാട് തവണ ചോദിച്ചത് കണ്ടിട്ടുണ്ട്. x = എന്തായി 2ab -ab y എന്താണ്? b. അപ്പൊ b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം /b. അപ്പോൾ 2ab - ab എന്തായി? ab/b. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? x = a, y = b. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മിക്കതിലും ഇതുപോലെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.